നിങ്ങളുടെ മുഖത്തും പ്രത്യേകിച്ച് മേൽചുണ്ടിലും താടിയിലും ഇതുപോലെ അമിതമായ രോമവളർച്ചയുണ്ടോ? ത്രെഡിങ്, വാക്സിങ്, ഹോം റെമഡീസ്, പല ട്രീറ്റ്മെന്റ്സ് പലതും ചെയ്തിട്ടും ഇത് തിരിച്ചു വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ മുഖത്തും ശരീരത്തിലും അമിതമായ രോമവളർച്ച ഉണ്ടാകുന്നത്? ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം. സ്ത്രീകളിൽ മുഖത്തും അപ്പർ ലിപ്സിലും ശരീരത്തിലും പുരുഷന്മാരുടേതുപോലെ കട്ടിയുള്ളതും ഇരുണ്ടതുമായ രോമവളർച്ചയെ ഹിർസൂട്ടിസം ആണ് എന്നാണ് പറയുന്നത്. ഇതൊരു രോഗമല്ല. ഇത് പലപ്പോഴും ശരീരത്തിനുള്ളിലെ ഹോർമോൺ ഇംബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും സാധാരണ കാരണം PCOS ആണ്. PCOS ഉള്ള സ്ത്രീകളിൽ ആൻഡ്രോൺ ഹോർമോൺസ് കൂടുമ്പോൾ ഫേഷ്യൽ ഹെയർസ് വർദ്ധിക്കാം. അതോടൊപ്പം പീരീഡ്സ് ഇറഗുലർ ആകുക, ആക്നെ, ഹെയർ ഫോള്, വെയിറ്റ് ഗെയിൻ, ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ ഫേഷ്യൽ ഹെയർ ഉള്ള എല്ലാ സ്ത്രീകളിലും PCOS ഉണ്ടാകണമെന്നില്ല. ചിലരിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, കുഷിംഗ് സിൻഡ്രോം, അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്, ചില മരുന്നുകൾ, അപൂർവമായി ആൻഡ്രോജൻ കൂടുതലായി നിൽക്കുന്ന ചില രോഗങ്ങൾ എന്നിവയും കാരണമാകാം. ചില സ്ത്രീകളിൽ എല്ലാ ഹോർമോൺ ടെസ്റ്റും നോർമൽ ആയിരിക്കും, പക്ഷേ ജെനറ്റിക്സ് കാരണം ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഈ രോമവളർച്ച കുറയാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ കാര്യം, ഫേഷ്യൽ ഹെയർ മാത്രം ചികിത്സിക്കരുത്. ഫേഷ്യൽ ഹെയറിനോടൊപ്പം ഇറഗുലർ പീരീഡ്സ്, ആക്നെ, വെയിറ്റ് ഗെയിൻ, ഹെയർ ഫോൾ എന്നിവ ഉണ്ടെങ്കിൽ അത് ഹോർമോൺ കാരണം കൊണ്ടാണോ എന്ന് വിലയിരുത്തണം. രണ്ടാമത്തെ കാര്യം, ഹെയർ റിമൂവലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ്. ത്രെഡിങ്, വാക്സിങ്, ഷേവിങ്, ലേസർ ഹെയർ റിമൂവൽ എന്നിവ ഇപ്പോഴുള്ള രോമം കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഇത് ഹോർമോൺ കാരണം ചികിത്സിക്കില്ല. ഹോം റെമഡീസ് മാത്രം ഉപയോഗിച്ച് സമയം കളയരുത്. മൂന്നാമത്തെ കാര്യം, യഥാർത്ഥ കാരണം കണ്ടെത്തണം. ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഹോർമോണൽ ഇവാലുവേഷൻ, ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് എന്നിവയിലൂടെയാണ് യഥാർത്ഥ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സ ചെയ്യുമ്പോഴാണ് പുതിയതായി ഫേഷ്യൽ ഹെയർ വരുന്നത് ക്രമേണ കുറയാനും ആക്നെ, ഇറഗുലർ പീരീഡ്സ്, ഹെയർ ഫാൾ തുടങ്ങിയ ഹോർമോൺ പ്രശ്നങ്ങൾ നിയന്ത്രണത്തിലാകുന്നത്. ഒരു പ്രധാന കാര്യം, പല സ്ത്രീകളും വർഷങ്ങളോളം ത്രെഡിങ്, വാക്സിങ്, ലേസർ എന്നിവ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. ഇവ നിലവിലുള്ള രോമങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഹോർമോണൽ കാരണം ചികിത്സിച്ചില്ലെങ്കിൽ പുതിയ രോമങ്ങൾ വീണ്ടും വീണ്ടും വളരും. അതുകൊണ്ട് ലേസർ ചെയ്യുന്നതിന് മുമ്പോ മറ്റ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പോ ആദ്യമേ ഹോർമോൺ കാരണമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കാരണം റൂട്ട് കോസ് ചികിത്സിക്കാതെ ഫേഷ്യൽ ഹെയർ മാത്രം റിമൂവ് ചെയ്താൽ വർഷങ്ങളോളം വീണ്ടും വീണ്ടും ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. ഫേഷ്യൽ ഹെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ എഴുതും. അടുത്ത വീഡിയോയിൽ ഫേഷ്യൽ ഹെയർ ഉള്ള എല്ലാ സ്ത്രീകളും പ്രധാനമായി ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനും സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് കൂടുതൽ അറിവുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.